ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഗ്രാമർ ആയിരുന്നു അല്ലേ? ഞാൻ ആരെയും മ്യൂട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, സൗണ്ട് അരോചകമാവാത്ത വിധത്തിൽ ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർമ്മൽ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയായിരുന്നു? ഫോൺ ഇല്ല അല്ലേ? നമ്മള് ഗ്രാമർ ആയിരുന്നു എടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ. എക്സാമിനും ഉണ്ടായിരുന്നില്ലല്ലോ മോൻ? ഇല്ല ഇല്ല അല്ലേ? എല്ലാ ദിവസവും ആവുന്നത്ര പങ്കെടുക്കാൻ നോക്കും മോനെ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ക്ലാസ് എല്ലാം പറയുന്ന തിരിയുന്നില്ല. കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? യെസ് ഓർ നോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് വ്യാകരണ പാഠങ്ങളായിരുന്നു പഠിച്ചത് അല്ലേ? വായ്മൊഴി, വരമൊഴി അല്ലേ? അപ്പൊ വായ്മൊഴി എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ജുവാന, വായ്മൊഴി പറഞ്ഞ എങ്ങനെയാ? വാ കൊണ്ട് പറയുന്നത്. അതെ. മറ്റേ വരമൊഴി എന്ന് പറയുന്നത് എന്താ ശ്രീവിഷ്ണു? മ്യൂട്ട് ചെയ്തോ? അൺമ്യൂട്ട് ചെയ്തോ? എഴുത്തു ഭാഷ. അതെ, വരമൊഴി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? അപ്പൊ വാമൊഴിയും വരമൊഴിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒന്ന് വാ കൊണ്ട് പറയുന്നത്, അതായത് പറയുന്ന വാക്കുകളും, മറ്റേത് എഴുത്ത് ഭാഷയുമാണ് അല്ലെ വരമൊഴി. മനസ്സിലായല്ലോ അത്? അപ്പൊ നമ്മൾ ഇന്നലെ ഇതായിരുന്നു പഠിച്ചത്. നിർമ്മലാന്റെ അർജുൻ ഇന്നലെ ഉണ്ടായിരുന്നില്ല ക്ലാസ്സിലെ. ജസ്റ്റസ്, നീ എവിടെ പോയി ജസ്റ്റസ്? ഇന്നലെ അത് ഞാൻ ക്ലാസ് കൊടുക്കാൻ പെട്ടെന്ന് മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോയി. നിങ്ങളെല്ലാവരെയും നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഒരാള് മിസ് ആവുമ്പോ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ട് പറയുന്നത്. അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നില്ല. റെക്കോർഡ് ചെയ്ത് വെച്ചതാ, യൂട്യൂബിൽ ഇട്ട. അത് കൂടിയായിരുന്നു. അപ്പൊ ക്ലാസ്സിൽ പറ്റുന്നത്ര എല്ലാവരും പങ്കെടുക്കുക കേട്ടോ. ഹെവൻ വീഡിയോ ഓൺ ചെയ്തേ മോനെ. എന്തേ? എനിക്ക് ഒന്നാം പാഠത്തിന്റെ ക്വസ്റ്റ്യനും ആൻസറും കിട്ടിയില്ല അല്ലെ? ഇല്ല. ഹരിനന്ദ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേ. എനിക്ക് ജസ്റ്റിസിന് ഫസ്റ്റ് പാഠത്തിന് കിട്ടിയില്ലേ? ഫസ്റ്റ് പാഠത്തിന് കിട്ടി. ഞാൻ സെക്കൻഡ് ഇല്ല, സെക്കൻഡ് വിടുന്നത്രയാ. എഴുതി റെഡി ആവുന്നതേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് പാഠത്തിന്റെ നിർമ്മല എഴുതിയില്ലല്ലോ? ഓക്കെ, അപ്പൊ അതിന്ന് ഇന്ന് അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ പാഠത്തിന്റെ അർത്ഥവും എവിടം വരെ, പര്യായപദം വരെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ചേർത്ത് എഴുതുക എന്നുള്ള തൊട്ട് മുമ്പ് വരെ നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും എഴുതിയിട്ടുണ്ടോ? ഓക്കെ, നിജാദ് എഴുതിയിട്ടുണ്ട്. ശ്രീവിഷ്ണു, ആതിര, ഹരിനന്ദ്, ജസ്റ്റസ് ഇന്നലെ കേട്ടിട്ടുണ്ടാവൂല അല്ലെ? എഴുതിയോ? ഷാനിഫ് എഴുതിയിട്ടുണ്ട്. ഹലീമ എഴുതിയില്ലേ മോളെ? എഴുതിക്കോളാം, ഞാൻ ഇന്ന് വരുന്നില്ല നിന്റെ വീട്ടില്. ഹലീമയുടെ വീട്ടിൽ എഴുതി. അപ്പൊ ഏതുവരെ എഴുതാൻ പറഞ്ഞ അറിയാം? ചേർത്ത് എഴുതുക മുതല് മിസ് എഴുതാന്നല്ലേ പറഞ്ഞത്? അത് അതിലില്ലല്ലോ. ചേർത്ത് എഴുതാന്നുള്ളത് മുതൽ ഞാൻ എഴുതി അയച്ചു തരാം. അതുവരെ അതിലുണ്ടായത്, അതായത് അതില് മീനിങ്ങും കേട്ടോ. ചേർത്ത് എഴുതുക മുതൽ ഞാൻ അയച്ചു തരാം. ഇന്ന് തന്നെ, ഇന്നോ നാളെയോ ആയിട്ട്. ഞാൻ ചേർത്തെഴുതാന്നുള്ളതും പിരിച്ചെഴുതാന്നുള്ളതും എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ചേർത്ത് എഴുതുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? ത്യാഗ പ്ലസ് ഉജ്ജ്വലം ത്യാഗോജ്വലം അല്ലെ? അത് അതിലുണ്ട്. നെക്സ്റ്റ് ഈ പ്ലസ് കൂട്ടത്തിൽ ഇക്കൂട്ടത്തിൽ, അതും അതിലുണ്ട്. വീരാരാധനയോ? വീരാരാധന എന്ന് എഴുതണേ. ഓക്കെ, നെക്സ്റ്റ് കോടതി പ്ലസ് ഇൽ, കോടതിയിൽ വരും. ഓക്കെ, നെക്സ്റ്റ് ന്യായ പ്ലസ് അധിപൻ,
ന്യായാധിപൻ. ന്യായാധിപൻ. ജന പ്ലസ് കൂട്ടം ജനക്കൂട്ടം. ഇക്ക വരും അല്ലെ? ജനക്കൂട്ടം. ഓക്കെ. നെക്സ്റ്റ് പിരിച്ചെഴുതാം. എങ്ങനെയാ? ബലി അർപ്പിച്ച. എങ്ങനെയാ ബലി അർപ്പിച്ച? അത് അതിലുണ്ട്. എന്താ? ബലി പ്ലസ് അർപ്പിച്ച. നെക്സ്റ്റ് തലമുറയുടെ. തലമുറയുടെ എങ്ങനെയാ? തലമുറ പ്ലസ് ഉടേ. ആ തലമുറ പ്ലസ് തലമുറ പ്ലസ് ഉടേ. തലമുറയുടെ. ഓക്കെ, ഇങ്ങനെ എഴുതണം. പിന്നെ വരുന്നത് കളിച്ചുല്ലസിക്കുക. കളിച്ച് പ്ലസ് ഉല്ലസിക്കുക. കളിക്കുക പ്ലസ് ഉല്ലസിക്കുക. കളിച്ച് പ്ലസ് ഉല്ലസിക്കുകയാണേ. കളിച്ചുല്ലസിക്കുക. കളിച്ച് പ്ലസ് ഉല്ലസിക്കുക. നെക്സ്റ്റ് അത് അവിടെ എഴുതിക്കോ. നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതിക്കോ. ഒരു പെൻസിൽ എടുത്തിട്ട് എഴുതിയേ എല്ലാവരും. ഏത്? വീരാരാധന മുതൽ വീര പ്ലസ് ആരാധന ചേർത്ത് എഴുതുക എന്നുള്ളതില് വീര പ്ലസ് യെസ്. കറണ്ട് പോയെങ്കില് ഫോണില് കേറും. ലീവ് ചെയ്ത് നെക്സ്റ്റ് മറ്റേ ഫോണില് കയറി ചേച്ചിയുടെ. ഇവിടെയും കറണ്ട് പോയി. കമ്പ്യൂട്ടറിലാണെങ്കിൽ കട്ടാവാൻ സാധ്യതയുണ്ട്. കമ്പ്യൂട്ടറിലാണോ ജസ്റ്റിസ് ഇരിക്കുന്നത്? അല്ല, മൊബൈലിലാ. പക്ഷെ ഇവിടെ കണ്ടുപോയി. അതെല്ലേ. കമ്പ്യൂട്ടറിലാണെങ്കിലേ പ്രശ്നമില്ലു. മൊബൈലിലാണെങ്കിൽ ഓക്കെ ആവും, കുഴപ്പമില്ല. മൊബൈലിൽ ചാർജ് ഇല്ല. ചാർജ് നേരത്തെ റെഡിയാക്കി വെക്കണം നിർമ്മലേ. അപ്പൊ 9 ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പൊ 9% അതെല്ലേ. നയനക്കും നിർമ്മലിന് ഇതേ ഫോൺ നമ്പർ തന്നെയാ? ഒരേ സ്ഥലത്ത് തന്നെ ഞങ്ങളുള്ളത്. നയനക്കും ക്രിസ്ത്യാൻസും സെൻഡ് ചെയ്യാണ്. അപ്പൊ വീര പ്ലസ് ആരാധന വീരാരാധന. നെക്സ്റ്റ് കോടതി പ്ലസ് ഇൽ കോടതിയിൽ. എഴുതിയേ? അവിടെ എഴുതി വെച്ചേ പെൻസിലുണ്ട്. ടെക്സ്റ്റിൽ ജുവാനാ എഴുതിയ മോളെ? ഓക്കെ. നെക്സ്റ്റ് ന്യായ പ്ലസ് അധിപൻ ന്യായാധിപൻ. എഴുതാൻ അറിയില്ലേ? ന്യായാധിപൻ എഴുതിയ എവിടെ? ന്യായാധിപൻ. ആ വേണ്ട. നിജാദ് എഴുതിയോ മോനെ? നിജാദ് എഴുതിയോ മോനെ? എഴുതിയോ? ഓക്കെ. അപ്പൊ ന്യായാധിപൻ. ന്യായ പ്ലസ് അധിപൻ ന്യായാധിപൻ. എഴുതാൻ അറിയില്ലേ? തെറ്റെഴുതി വെക്കരുതേ. തലമുറയുടെ എങ്ങനെ എഴുതുന്നത്? ഓ, എഴുതുന്നതിൽ തലമുറയുടെ എങ്ങനെ എഴുതുന്നത്? തലമുറ പറഞ്ഞുതരാം. ഞാൻ ന്യായാധിപനത്തിലേ ഉള്ളൂ. താഴോട്ട് വരാം. ജന പ്ലസ് കൂട്ടം ജനക്കൂട്ടം ഒക്കെ വരണേ. ചേർത്ത് എഴുതാമാണ് പറയുന്നത് ഇപ്പൊ. ജനക്കൂട്ടം. നെക്സ്റ്റ് പിരിച്ചെഴുതാം. ജനക്കൂട്ടം എഴുതിയോ എല്ലാവരും? ഓക്കെ. നെക്സ്റ്റ് പിരിച്ചെഴുതാം എന്നുള്ളത് ബലി അർപ്പിച്ച അതിലുണ്ട്. തലമുറയുടെ. തലമുറ പ്ലസ് ഉടേ. തലമുറയുടെ. തലമുറ പ്ലസ് ജോയലി കേൾക്കുന്നില്ലേ മോനെ? അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പറയാ മിസ്സേ. യെസ് പറയാം. കേൾക്കുന്നില്ല. എല്ലാരും ഞാൻ മ്യൂട്ട് ചെയ്തു. ഇനി പറയുന്നത് ശ്രദ്ധിച്ചോ. ഓക്കെ. തലമുറയുടെ എന്നുള്ളത് എങ്ങനെ പിരിച്ചെഴുതാം? തലമുറ പ്ലസ് ഉടേ. ഉടേ. ഊ എഴുതണം. ആ ഇ ഊന്നില്ലേ? ആ ഊ. മനസ്സിലായോ? തലമുറ പ്ലസ് ഉടേ. എന്തേ ജോയിലേ? മനസ്സിലായില്ലേ? പ്ലീസ് അൺമ്യൂട്ട്. എന്താ ജോയിലിന്റെ ഡൗട്ട്? ക്ലിയർ ആവുന്നില്ല. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ഇത് വെച്ചാലാണ് ക്ലിയർ ആവാതിരിക്കുക.
ഓക്കെ ആണോ? ഉം. തലമുറ തലമുറ പ്ലസ് ഉടേ എഴുതിയോ? തലമുറയുടെ. ശ്രീവിഷ്ണു എഴുതിയോ മോനെ? എഴുതിയോ? പ്ലീസ് അൺമ്യൂട്ട് ശ്രീവിഷ്ണു. അൺമ്യൂട്ട് ചെയ്. അൺമ്യൂട്ട് ചെയ്തോ മോനെ? അൺമ്യൂട്ട് ചെയ്തോ? എന്താണ് ശ്രീവിഷ്ണു അൺമ്യൂട്ട് ചെയ്തേ മോനെ? എന്തോ പറയാനുണ്ട് ശ്രീവിഷ്ണുവിന്. ഓക്കെ, അപ്പൊ തലമുറ പ്ലസ് ഉടേ, തലമുറയുടെ. നെക്സ്റ്റ് വായിക്കട്ടെ. കളിച്ചുല്ലസിക്കുക. കളിച്ചുല്ലസിക്കുക എങ്ങനെയാ? എങ്ങനെയാ നിജാതെ കളിച്ചുല്ലസിക്കുക? പ്ലീസ് അൺമ്യൂട്ട്. കളിച്ചുല്ലസിക്കുക എങ്ങനെയാ പിരിച്ചെഴുതും നമ്മള്? കളിച്ച് പ്ലസ് ഉല്ലസിക്കുക. ചന്ദ്രക്കലയാണ്. കളിച്ചു എന്ന് എഴുതാൻ പാടില്ല. കളിച്ച് പ്ലസ് ഉല്ലസിക്കുക. എഴുതിയോ? ടെക്സ്റ്റിലേത്? അശ്വിൻ. ഇവിടെ തന്നെ എഴുതുക, അതാ ഞാൻ പറയുന്നത്. കളിച്ച് പ്ലസ് ഉല്ലസിക്കുക. ടെക്സ്റ്റിൽ എഴുതാനാ ഇപ്പൊ പറയുന്നേ, നോട്ടിലല്ല. നോട്ടിൽ ഞാൻ എഴുതി സെൻഡ് ചെയ്ത് തരാം. കളിച്ച് പ്ലസ് ഉല്ലസിക്കുക, കളിച്ചുല്ലസിക്കുക. പിന്നെ നെക്സ്റ്റ് പാർട്ടി ഉണ്ടാക്കി അല്ലേ? എങ്ങനെയാ പിരിച്ചെഴുതുക? എങ്ങനെയാ ശ്രീവിഷ്ണു പോയല്ലോ ആദ്യേ. ആതിര എങ്ങനെയാ അത് പിരിച്ചെഴുതുക? പാർട്ടി പ്ലസ് ഉണ്ടാക്കി. ഓക്കെ, പാർട്ടി പ്ലസ് ഉണ്ടാക്കിയാണ് പാർട്ടി ഉണ്ടാക്കി. ജോയലിന് കേൾക്കുന്നില്ലേ മോനെ? ശ്രീവിഷ്ണുവിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ മോനെ? അൺമ്യൂട്ട് ചെയ്തോ? പാർട്ടി ഉണ്ടാക്കി, പാർട്ടി പ്ലസ് ഉണ്ടാക്കി, പാർട്ടി ഉണ്ടാക്കി. എഴുതിയോ എല്ലാവരും? ശ്രീവിഷ്ണുവിന് എന്തേ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തേ? എഴുതിയോ? പാർട്ടി പ്ലസ് ഉണ്ടാക്കി, പാർട്ടി ഉണ്ടാക്കി. പറ്റുന്നില്ലേ ശ്രീവിഷ്ണു? നെക്സ്റ്റ് ഭഗത്തിന്റെയും അല്ലെ? എങ്ങനെ പിരിച്ചെഴുതുക ഭഗത്തിന്റെയും? ശ്രീവിഷ്ണു കളഞ്ഞുവല്ലോ. എങ്ങനെയാ ശ്രീവിഷ്ണു ഭഗത്തിന്റെയും പിരിച്ചെഴുതുക? എങ്ങനെയാ? കേൾക്കുന്നില്ല അവന്. എങ്ങനെയാ ജുവാന? ആർക്കും നെറ്റ് ക്ലിയർ അല്ലേ? എന്താ മിസ്സേ? എങ്ങനെയാണ് ഭഗത്തിന്റെയും പിരിച്ചെഴുതുക നമ്മള്? ഭഗത് അധികം ഇന്റെയും. അങ്ങനെയല്ലടാ, അങ്ങനെയാവുമ്പോ അതൊരു അർത്ഥം ശരിയാവില്ല. എങ്ങനെയാണ്? ഭഗത്തിന്റെ പ്ലസ് ഭഗത്തിന്റെയും അങ്ങനെയാ എഴുതേണ്ടത്. ഭഗത്തിന്റെ പ്ലസ് ഭഗത്തിന്റെയും, ഭഗത്തിന്റെ പ്ലസ് ഭഗത്തിന്റെയും. നെക്സ്റ്റ് നിറയൊഴിക്കുക. നിറയൊഴിക്കുക എങ്ങനെ പിരിച്ചെഴുതാം? നിറയൊഴിക്കുക ഹരിനെന്ത്? നിറയൊഴിക്കുക. നിറ പ്ലസ് ഒഴിക്കുക. നിറ പ്ലസ് ഒഴിക്കുക. ഓക്കെ, നിറയൊഴിക്കുക. നിറ പ്ലസ് ഒഴിക്കുക, നിറയൊഴിക്കുക. ക്ലിയർ ആകുന്നില്ല. നിജാദിന് ക്ലിയർ ആകുന്നില്ലേ മോനെ? ജുവാന കുഴപ്പമില്ല. ഓക്കെ, നിറയൊഴിക്കുക എഴുതിയോ? നെക്സ്റ്റ് ആട്ടിപ്പായിക്കുക. ആട്ടിപ്പായിക്കുക എങ്ങനെയാ പിരിച്ചെഴുതുക? ആട്ടി പ്ലസ് പായിക്കുക, ആട്ടിപ്പായിക്കുക. എഴുതിയോ?
നെക്സ്റ്റ് ജസ്റ്റസ്. തെറ്റായിരുന്നു. എങ്ങനെയാ പിരിച്ചെഴുതുക? തെറ്റ് പ്ലസ് ആയിരുന്നു. തെറ്റ് പ്ലസ് ആയിരുന്നു. തെറ്റായിരുന്നു. തെറ്റ് പ്ലസ് ആയിരുന്നു. ഓക്കെ. അപ്പൊ ഒന്നുകൂടി പറയണോ? ബലി അർപ്പിച്ച, ബലി പ്ലസ് അർപ്പിച്ച. തലമുറയുടെ, തലമുറ പ്ലസ് ഉടെ. കളിച്ചുല്ലസിച്ചു, ഉല്ലസിക്കുക. കളിച്ച് പ്ലസ് ഉല്ലസിക്കുക. പാർട്ടി ഉണ്ടാക്കി, പാർട്ടി പ്ലസ് ഉണ്ടാക്കി. ഭഗത്തിന്റെയും, ഭഗത്തിന്റെ പ്ലസ് ഭഗത്തിന്റെയും. നിറയൊഴിക്കുക, നിറ പ്ലസ് ഒഴിക്കുക, നിറയൊഴിക്കുക. ആട്ടിപ്പായിക്കുക, ആട്ടി പ്ലസ് പായിക്കുക. നെക്സ്റ്റ് തെറ്റായിരുന്നു, തെറ്റ് പ്ലസ് ആയിരുന്നു. ഓക്കെ, എഴുതിയോ എല്ലാവരും? ദേ ഷാനിഫേ, ലിസൺ ഹിയർ ഷാനിഫ്. ഓക്കെ. പിന്നെ വാക്യത്തിൽ പ്രയോഗിക്കാമുണ്ട്. ആട്ടി ഓടിക്കുക, ആവേശകരം, വീരസ്മരണ, ബലിവേദി, വീരാരാധന, സമരപാത, തുരത്തുക, ഏറ്റുമുട്ടുക. അല്ലെ? ഇത്രയും വേർഡ് വാക്യത്തിൽ പ്രയോഗിക്കാറുണ്ട്. അത് ഞാൻ എഴുതിയിട്ട് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തിട്ടുള്ള 4 ദേശാഭിമാനികളുടെ പേര് പറയുക. ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ഷാനിഫ്? ഷാനിഫ്, ആരൊക്കെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തിട്ടുള്ള 4 ദേശാഭിമാനികളുടെ പേര്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബഹദൂർ ഷാ, താന്തിയ തോപ്പി, ഝാൻസി റാണി, ഝാൻസി റാണി, മംഗൽ ഓക്കെ. പാണ്ഡെ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. ഏതൊക്കെയാണ്? ബഹദൂർ ഷാ, താന്തിയ തോപ്പി, ഝാൻസി റാണി, മംഗൽ പാണ്ഡെ എന്നിവരാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തിട്ടുള്ള 4 ദേശാഭിമാനികൾ. അല്ലേ? ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് വൺ. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തുടിച്ചു നിൽക്കുന്നത് എന്ത്? എന്താണ് അഫ്രാസെ? ജസ്റ്റിസ് ഇവിടെ കൈവക്കുന്നുണ്ട്. അഫ്രാസിനോടൊന്ന് ചോദിക്കട്ടെ. നമ്മുടെ സ്വാതന്ത്ര്യ സമര അതിനല്ലേ? യെസ്. ജസ്റ്റിസിന് എന്തോ പറയണ്ട? ഒരു മിനിറ്റ്. ഇപ്പൊ നമ്മള് പറഞ്ഞത് അതുവരെ ഫില്ല് ചെയ്തില്ലേ? പിരിച്ചെഴുതുക എന്നില്ലവേ ഫില്ല് ചെയ്തുവോ? ഓക്കെ. നെക്സ്റ്റ് പിന്നെ നമ്മൾ വാക്യത്തിൽ പ്രയോഗിക്കേണ്ട കാര്യം പറഞ്ഞിട്ടില്ല. അത് ഞാൻ എഴുതി അയച്ച് സെൻഡ് ചെയ്ത് തരാം. ഇത് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ആൻസർ മാത്രം ഡിസ്കസ് ചെയ്യാൻ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരെ എത്തി. ഒന്നാമത്തെ പറഞ്ഞു, ആരൊക്കെയാണെന്ന് പറഞ്ഞു. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തിട്ടുള്ള 4 ദേശാഭിമാനികള് ഝാൻസി റാണി, മംഗൽ പാണ്ഡെ, ബഹദൂർ ഷാ, പിന്നെയോ താന്തിയ തോപ്പി. ഈ 4 പേരാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തിട്ടുള്ള 4 ദേശാഭിമാനികൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആരാണ്? അഫ്രാസ്. ഞാൻ സെൻഡ് ചെയ്ത് തരും. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയാൻ. ഓക്കെ. എന്താണ് അഫ്രാസേ? രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തുടിച്ചു നിൽക്കുന്നത് എന്ത്? എന്താണ്? ടെക്സ്റ്റ് വായിച്ചവർക്ക് നല്ലപോലെ ആൻസർ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഞാനൊന്ന് ചോദിക്കുന്നതാണ്. ഞാൻ ആൻസർ നിങ്ങൾക്ക് എഴുതി സെൻഡ് ചെയ്ത് തരും. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തുടിച്ചു നിൽക്കുന്നത് എന്ത്? ആർക്കറിയാം? മറ്റേ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആർക്കൊക്കെ അറിയാം? ഒന്ന് കൈപൊക്കിയേ മിസ്. ശ്രീവിഷ്ണു, നിജാദ്, ഹരിനന്ദ്. നെക്സ്റ്റ് ആദ്യമൊക്കെ അറിയോ? ഇവിടെ ഹെവൻ. കുറെ പേർക്കറിയാം. അപ്പോ ശ്രീവിഷ്ണു പ്ലീസ് അൺമ്യൂട്ട്. ശ്രീവിഷ്ണു. സ്വാതന്ത്ര്യ ചരിത്രത്തിൽ തുടിച്ചു നിൽക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധീര ത്യാഗോജ്വലമായ കഥകളാണ് സ്വാതന്ത്ര്യ സമരത്തിൽ തുടിച്ചു നിൽക്കുന്നത്. ഓക്കെ. ജീവിതം ബലിയർപ്പിച്ച അനേകായിരം ധീര വിപ്ലവകാരികളുടെ ത്യാഗത്തിന്റെ കഥകൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ
തുടിച്ചു നിൽക്കുന്നുണ്ട്. ഇതിന്റെ ആൻസർ മനസ്സിലായോ നിങ്ങൾക്ക്? തുടിച്ചു നിൽക്കുന്നുണ്ട്. ഓക്കെ, എന്താണ്? ജീവിതം ബലിയർപ്പിച്ച അനേകായിരം ധീര വിപ്ലവകാരികളുടെ ത്യാഗത്തിന്റെ കഥകളാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് തുടിച്ചു നിൽക്കുന്നത് അല്ലേ? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ അതാണ്. അപ്പൊ ടെക്സ്റ്റ് വായിച്ച കുട്ടികളെ എനിക്കിപ്പോ നല്ലപോലെ ബോധ്യപ്പെട്ടു. നെക്സ്റ്റ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭഗത് സിംഗിന്റെ മാതാപിതാക്കളുടെ പേരെന്ത്? ആർക്കൊക്കെ അറിയാം ക്വസ്റ്റ്യന്റെ ആൻസർ? ഭഗത് സിംഗിന്റെ മാതാപിതാക്കളുടെ പേരെന്ത്? ആർക്കൊക്കെ? ഇവിടെ രണ്ടുപേരെ കൈപൊക്കിയുള്ളൂ. ആ ക്വസ്റ്റ്യന്റെ ആൻസർ അറിയാവുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്കിയേ. അശ്വിൻ കൈപൊക്കിയിട്ടുണ്ട്. ജുവാന, ഓക്കെ. ജോയലിന് അത് അറിയില്ലേ? ജസ്റ്റിസിന് അറിയാം. ഹരിനന്ദ്, ആതിര, എന്താ നിജാദേ? നിജാദിന് അത് മനസ്സിലായില്ലേ? ഭഗത് സിംഗിന്റെ മാതാപിതാക്കളുടെ പേരെന്ത്? ഷാനിഫെ, എന്താണ് അവരുടെ മാതാപിതാക്കളുടെ പേര്? ഷാനിഫ്, പ്ലീസ് അൺമ്യൂട്ട്. എന്താണ് ഭഗത് സിംഗിന്റെ മാതാപിതാക്കളുടെ പേര്? ഇതേ വഴിയിലുണ്ട്. ഇവിടെ ഒരു പാരഗ്രാഫില് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത്. എന്താ ഷാനിഫെ? ഷാനിഫിന് അറിയില്ല. ഷാനിഫിന് അറിയോ? ഷാനിഫെ, ഹലീമ, എന്താണ് അതിന്റെ ആൻസർ? ഭഗത് സിംഗിന്റെ കുറെ പേർക്ക് അറിയാം. ഭഗത് സിംഗിന്റെ സർദാർ കിഷൻ സിംഗ്, വിദ്യാവതിയും. സർദാർ കിഷൻ സിംഗും വിദ്യാവതിയുമായിരുന്നു ഭഗത് സിംഗിന്റെ മാതാപിതാക്കൾ. ഇവിടെ കുറെ കുട്ടിയൊക്കെ അറിയാം, കൈപൊക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും. മനസ്സിലായോ? ബാല്യത്തിലെ ഭഗത് സിംഗിന്റെ താല്പര്യം എന്തായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ബാല്യത്തിലെ ഭഗത് സിംഗിന്റെ താല്പര്യം എന്തായിരുന്നു? എന്തായിരുന്നു? കുറെ പേർക്ക് ആൻസർ ചെയ്യാം. നിജാദിന് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ? നിജാദേ, കേൾക്കുന്നുണ്ടോ? നിജാദേ, നിജാദ്, പ്ലീസ് അൺമ്യൂട്ട്. നിജാദിന് കേൾക്കുന്നില്ല. ഇവിടെ ജീവ, ആരോമൽ, ജീവ, പ്ലീസ് വീഡിയോ ഓൺ ചെയ്തേ ഒന്നേ. ബാല്യത്തിലെ ഭഗത് സിംഗിന്റെ താല്പര്യം എന്തായിരുന്നു? ജുവാന, ബാല്യത്തിൽ എല്ലാവരും കളിച്ചു നടക്കുമ്പോ എന്നാ ചെയ്തത് അദ്ദേഹം? ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്ന് കെട്ടിയെത്തിക്കണമെന്നായിരുന്നു ഭഗത് സിംഗിന്റെ ബാല്യത്തിലെ ആഗ്രഹം. സൂപ്പർ. ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്ന് കെട്ടിക്കുക എന്നുള്ളതായിരുന്നു മാത്രമായിരുന്നു ആ കുട്ടിയുടെ ചിന്ത. പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഭഗത് സിംഗിന്റെ താല്പര്യം അതായിരുന്നു അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, നൗജവാൻ ഭാരത് സഭ ജസ്റ്റിസ് ഇപ്പൊ എഴുതണ്ട കേട്ടോ. ആൻസർ ഇപ്പൊ എഴുതണ്ട. ഓക്കെ, ഞാൻ സെൻഡ് ചെയ്ത് തന്നിട്ട് എഴുതിക്കോളും. കാരണം നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തി വെക്കും ഒരുപാട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എഴുതി സെൻഡ് ചെയ്ത് തരും. നെക്സ്റ്റ്, നൗജവാൻ ഭാരത് സഭ എന്ന് രൂപീകരിച്ചു? നേതാവ് ആര്? നൗജവാൻ, ഇവിടെ കുറെ പേര് കൈവക്കുന്നുണ്ട്. കുറെ കുട്ടികൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴാണ് ഹെവൻ? ഹെവൻ അൺമ്യൂട്ട്. പറഞ്ഞേ. നൗജവാൻ ഭാരത് സഭ എന്ന് രൂപീകരിച്ചു? ആരായിരുന്നു അതിന് നേതൃത്വം വഹിച്ചത്? 1926. നൗജവാൻ ഭാരത് സഭ വിളിച്ചു പറയുന്നുണ്ട്. നൗജവാൻ ഭാരത് സഭ രൂപീകരിച്ചു. ചന്ദ്രശേഖർ ആസാദ് ആയിരുന്നു അതിന്റെ നേതാവ്. ഓക്കെ. നെക്സ്റ്റ്, ഈ സംഘടന പുനഃസംഘടിപ്പിച്ചപ്പോൾ എന്തായിരുന്നു പേര്? എന്തായിരുന്നു പേര്? നൗജവാൻ ഭാരത് സഭ 2 വർഷത്തിന് ശേഷം പുനഃസംഘടിപ്പിച്ചില്ലേ? എന്താ അതിന്റെ പേര്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ
അസോസിയേഷൻ അല്ലേ? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നായിരുന്നു ആ വിപ്ലവ സംഘടനയുടെ പേരുണ്ടായത് അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ജാലിയൻ വാലാബാഗിൽ നടന്നത് എന്ത്? നെക്സ്റ്റ്, എന്തായിരുന്നു ആ സംഭവം? എന്തായിരുന്നു അത്? ജാലിയൻ വാലാബാഗ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ജാലിയൻ വാലാബാഗിൽ നടന്നത് എന്ത്? എന്നാ അടുത്ത ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഉണ്ടല്ലോ അതിന്റെ കൂടെ. എന്തായിരുന്നു ആ സംഭവം? എന്താണ് ജാലിയൻ വാലാബാഗിൽ എന്താ നടന്നത്? എന്താണ് ജുവാന? പ്ലീസ് അൺമ്യൂട്ട്. ശാന്തമായി നിന്ന ഒരു വലിയ ജനക്കൂട്ടത്തെ ബ്രിട്ടീഷ് ആൾക്കാര് 1919 ജാലിയൻ വാല ബാഗിൽ വെച്ച് മറ്റേ തീയിട്ടു അവരെ കൊന്നു. മനസ്സിനെ വല്ലാതെ ജനറൽ ഡയർ എന്ന പട്ടാള മേധാവിയുടെ നേതൃത്വത്തിൽ 20,000-ൽ പരം വരുന്ന നിസ്സഹായരായ ജനക്കൂട്ടത്തിന് നേർക്ക് വെടിയുണ്ടകൾ തീരുന്നവരെ നിറയൊഴിച്ചു അല്ലേ? അവിടെ മരിച്ചു വീണത് 1500-ൽ പരം ഭാരത മക്കളായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ഓക്കെ, അപ്പൊ ജാലിയൻ വാലാബാഗ് നടന്നത് അതാണ് അല്ലേ? എന്തായിരുന്നു കൂട്ടക്കൊലനെ പറ്റി ഇതിൽ പറഞ്ഞിട്ടുണ്ട് സംഭവം. നെക്സ്റ്റ്, വൈസ്രോയിക്കും മറ്റു ഉന്നത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കും ഭഗത് സിംഗിനോട് പക തോന്നാൻ കാരണമെന്ത്? എന്തിനാണ് ഭഗത് സിംഗിനോട് പക തോന്നിയത്? വൈസ്രോയിക്കും മറ്റു ഉന്നത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കും എന്തിനാണ് പക തോന്നിയത്? ആർക്കറിയാം അതിന്റെ ആൻസർ? ശ്രീ വിഷ്ണുവിന് അറിയാ? ശ്രീ വിഷ്ണു പറഞ്ഞോ. പറഞ്ഞോ ശ്രീ വിഷ്ണു. ബ്രിട്ടീഷുകാർക്കെതിരെയും പോലീസുകാർക്കെതിരെയുമായി അനേക സമരങ്ങൾ ചെയ്ത ആളായിരുന്നു ഭഗത് സിംഗും കൂട്ടരും. അതുകൊണ്ടാണ് വൈസ്രോയിക്കും പോലീസിനും ഭഗത്തിനോടും കൂട്ടരോടും പക തോന്നിയിരുന്നത്. ഓക്കെ. 1929 ഏപ്രിൽ 8-ന് ചില ജനവിരുദ്ധ ബില്ലുകൾ പാസ്സാക്കാൻ സായിപ്പന്മാർ അസംബ്ലി കൂടിക്കൊണ്ടിരിക്കുന്നു. അവിടത്തേക്ക് എന്ത് ചെയ്തു? അസംബ്ലി മന്ദിരത്തിൽ കയറി പറ്റിയ ഭഗത് സിംഗും കൂട്ടരും ബോംബെറിഞ്ഞ് സായിപ്പന്മാരെ നടുക്കി അല്ലേ? അതല്ലേ? അത് മനസ്സിലൊരു ഇതായി നിന്നു അല്ലേ? അതുപോലെ പിന്നെന്താ പറയുന്നത്? അക്രമത്തിനും ഹിംസയ്ക്കും എതിരായിരുന്നു ഗാന്ധിജി എങ്കിലും ഭഗത് സിംഗിന് പക്ഷെ അതിന് ഫലമുള്ള മാപ്പ് എഴുതി കൊടുക്കാനും അവർ തയ്യാറായിരുന്നില്ല അല്ലേ? അപ്പൊ ഭഗത് സിംഗിനെയും കൂട്ടരെയും വൈസ്രോയിക്കും ഒക്കെ അതുകൊണ്ട് ഭഗത് സിംഗിനോടും മറ്റു കൂട്ടരോടും എന്തുണ്ടായിരുന്നു? പകയുണ്ടായിരുന്നു അല്ലേ? അതാണ് അതിന്റെ കാരണം. നെക്സ്റ്റ്, അസംബ്ലി മന്ദിരത്തിൽ ഭഗത് സിംഗും കൂട്ടരും ബോംബിട്ടത് എന്ന് ഇപ്പോഴായിരുന്നു ബോംബിട്ടത്? ഇപ്പൊ മിസ് വായിച്ചിട്ടുണ്ടായിരുന്നു. 1929 ഏപ്രിൽ 8-ന് അല്ലേ? അവിടത്തേക്ക് ബോംബിട്ടു അസംബ്ലി മന്ദിരത്തില്. നെക്സ്റ്റ്, ഗാന്ധിജിയും വൈസ്രോയിയും തമ്മിൽ നടന്ന ചർച്ചയിൽ വൈസ്രോയി വച്ച നിർദ്ദേശം എന്ത്? ഭഗത് സിംഗിന്റെയും കൂട്ടരുടെയും മറുപടി എന്തായിരുന്നു? എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, ഹെവൻ പ്ലീസ് അൺമ്യൂട്ട്. എന്താ ഒന്നുകൂടെ പറയാം മിസ്സേ? ഗാന്ധിജിയും വൈസ്രോയിയും തമ്മിൽ നടന്ന ചർച്ചയിൽ വൈസ്രോയി വച്ച നിർദ്ദേശം എന്ത്? ഭഗത് സിംഗിന്റെയും കൂട്ടരുടെയും മറുപടി എന്തായിരുന്നു? അവർ നിർദ്ദേശം? അവരോട് മാപ്പ് അപേക്ഷിക്കുകയാണെങ്കിൽ വിട്ടേക്കാം എന്ന് പറഞ്ഞു. പക്ഷെ മാപ്പ് അപേക്ഷിക്കാൻ അവര് തയ്യാറായില്ല അല്ലെ? എന്തുകൊണ്ടാ? മാതൃഭൂമിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് മാപ്പ് അപേക്ഷിക്കണം എന്ന് അവർക്ക് തോന്നിയില്ല അല്ലെ? ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. ഇതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അനുബന്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത് മരണം വരിച്ച മറ്റൊരു വിപ്ലവകാരിയുടെ കഥ ചുരുക്കി എഴുതുക എന്നുണ്ട്. നിങ്ങൾക്ക് അറിയോ അങ്ങനെ ആരെങ്കിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച? അനേക ആളെ നമ്മൾ പഠിച്ചു അല്ലേ?
അപ്പൊ അതില് ഒരാളെ പറ്റി എഴുതുക എന്നുള്ളത്. നിങ്ങൾ ഇതൊക്കെ എഴുതി പഠിച്ച. പ്ലീസ് അൺമ്യൂട്ട് ആതിര. എന്തോ പറയണ്ടല്ലോ. അൺമ്യൂട്ട് ചെയ്ത് മോളെ. ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടാ, ഇപ്പൊ പോയി, ഞാൻ ക്ലോസ് ആയി പോയി. അതുകൊണ്ട് അന്നേരം പഠിപ്പിച്ചത് എന്താന്ന് അറിയില്ല. അത് ക്വസ്റ്റ്യന്റെ ആൻസർ തന്നെ. ഏത് നമ്മൾ പറഞ്ഞത് ഗാന്ധിജിയും വൈസ്രോയിയും തമ്മിൽ നടന്ന ചർച്ചയിൽ വൈസ്രോയി വച്ച നിർദ്ദേശം എന്ത്? ഭഗത് സിംഗിന്റെയും കൂട്ടരുടെയും മറുപടി എന്തായിരുന്നു? എന്തായിരുന്നു അതിര? ചർച്ചയില് എന്താ ഉണ്ടായിനി വൈസ്രോയി പറഞ്ഞത്? മാപ്പ് അപേക്ഷിക്കുകയാണെങ്കിൽ വിട്ടേക്കാന്നായിരുന്നു അല്ലേ? പക്ഷെ മാപ്പ് അപേക്ഷിക്കാൻ ആര് തയ്യാറായില്ല? ഭഗത് സിംഗും കൂട്ടരും തയ്യാറായില്ല അല്ലേ? അതാ അതിന്റെ ആൻസർ. പിന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത് മരണം വരിച്ച മറ്റൊരു വിപ്ലവകാരിയുടെ കഥ ചുരുക്കി എഴുതുക എന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കുറെ പേര് ഇപ്പൊ അറിയാലോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരണം വരിച്ച. അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയിട്ട് വരണോ? ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് വർക്ക് ഉണ്ടോ? മറ്റൊന്നിന്ന് എഴുതില്ലല്ലോ. ഹോംവർക്ക് ഉണ്ടോ ഒരുപാട്? നിങ്ങൾക്ക് അങ്ങനെ ഓരോ ധീര ദേശാഭിമാനികളെ പറ്റി എഴുതാൻ പറ്റുന്നെങ്കിൽ അത് നല്ല കാര്യമാണ്. നിങ്ങൾ അവരെ പറ്റി പഠിക്കും. അപ്പൊ ജസ്റ്റ് എഴുതാൻ പറ്റുന്ന ആള് എഴുത് കേട്ടോ. എഴുതിയിട്ട് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തോ. നോക്കട്ടെ എത്ര പേര് എഴുതുന്നു. അപ്പൊ വേണ്ടി സമരം ചെയ്ത് മരണം വരിച്ച മറ്റൊരു വിപ്ലവകാരി. എത്ര വിപ്ലവകാരി നമുക്കറിയാല്ലേ? ഒരുപാട് ആളെ നമ്മളിപ്പോ പഠിച്ചില്ലേ? സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ ഉണ്ടല്ലോ, കുറെ ആളുണ്ട്. ഗാന്ധിജിക്ക് എല്ലാം പറയാം. ഓക്കെ. പിന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധീര ദേശാഭിമാനികളുടെ പേരുകൾ കണ്ടുപിടിച്ച് എഴുതുക. അല്ല എളുപ്പമില്ല. പിന്നെ ധീര ദേശാഭിമാനികളുടെ ചിത്രങ്ങൾ സമ്പാദിച്ച് ഒരു ചെറിയ ആൽബം ഉണ്ടാക്കുക. ദേശത്തോടുള്ള ഭക്തി നിങ്ങൾക്ക് കൂടും. ഇതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുകയും ശേഖരിക്കുകയും ഒക്കെ ചെയ്താല് അല്ലേ? ദേശഭക്തി ഉണ്ടാകുന്ന കുട്ടികളായി വളരും. അപ്പൊ അതാണ് മൂന്നാമത്തത്. ആൽബം ഉണ്ടാക്കി സൂക്ഷിക്കുവാണ്. ഏതെങ്കിലും പഴയ നോട്ട്ബുക്കിലെല്ലാം എന്ത് ചെയ്യണം? ധീര ദേശാഭിമാനികളുടെ ചിത്രങ്ങൾ സമ്പാദിച്ചിട്ട് ഒരു ചെറിയ ആൽബം ഉണ്ടാക്കുക. അപ്പൊ അതിലൊട്ടിച്ചാൽ മതി. വെറുതെ ഒരു നോട്ട് ബുക്ക് ഒന്നും കളയണ്ട കേട്ടോ. പഴയ നോട്ട്ബുക്കിലോ ഡ്രോയിങ് ബുക്കിലോ എല്ലാം വരച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുക എടുത്തിട്ട്. എന്തേ ശ്രീവിഷ്ണു അൺമ്യൂട്ട് ചെയ്തോ? നമ്മുടെ ടൈം ഏകദേശം കഴിയാറായി. അപ്പൊ നമ്മളെ ക്ലാസ് മിസ് എന്ന് എഴുതിയ ചേർത്ത് എഴുതുകയും മിസ് എഴുതുകയും അത് മിസ് ഗ്രൂപ്പിലിടോ? ഞാൻ ഗ്രൂപ്പിലിട്ട് തരാം. നിങ്ങൾ എന്തെങ്കിലും തെറ്റിച്ചു കഴിഞ്ഞാൽ ഒരു ഇത്ര പോലെ മാറിയാൽ തന്നെ തെറ്റും. അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ തന്നെ ഇട്ട് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. ടെക്സ്റ്റിൽ എഴുതിയതൊന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ നമ്മുടെ സമയം കഴിഞ്ഞു. അതിരാ കട്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാവരോടും ബൈ പറയുന്നേ. പറഞ്ഞോ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത് മരണം വരിച്ച ധീര ദേശാഭിമാനി. എഴുതി ഹോംവർക്ക് ആയിട്ട് ഇട്ടോ, പോസ്റ്റ് ചെയ്തോ. എന്ത് വാക്യത്തിൽ പ്രയോഗിക്കാം? അത് ഞാൻ എഴുതരാം. അതൊക്കെ ഞാൻ എഴുതരാം കേട്ടോ. ഇന്നലെ നിങ്ങൾ എഴുതിയവരെ മാത്രം അവിടെ നിന്നോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ എഴുതി സെൻഡ് ചെയ്ത് തരും ഗ്രൂപ്പില്. ഓക്കെ. ഇത് ഞാൻ ടെക്സ്റ്റിൽ എഴുതുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് അത് ഞാൻ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റിൽ ക്ലിയർ ചെയ്യണം എന്തെങ്കിലും നിങ്ങൾ അക്ഷരത്തെറ്റുണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ എല്ലാവരും ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. എല്ലാരും ചോറെല്ലാം കഴിച്ചു. ക്ലാസ് ഉണ്ടോ? ഓക്കെ. അതെ അല്ലേ? 1 മണിക്ക് ഐറ്റി ഉണ്ട്. ഓക്കെ. ബൈ. ബൈ മിസ്. ബൈ.